പ്രവാസികളും മറ്റ് മീഡിയയിലൂടെയൊക്കെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും ഒക്കെയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണെന്ന് മോള് പറഞ്ഞു. അതിലേക്ക് എന്നെ ചേർക്കട്ടെ എന്ന് മോള് എടുത്ത് ചോദിക്കുന്നുണ്ട്. പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലീസ് റിപ്ലൈ പ്ലീസ്. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഗ്രൂപ്പുകളിൽ ആഡാവുന്നില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്ക് ഞാൻ വരുന്നില്ല, പ്രത്യേകിച്ചും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കൂടുതൽ ഞാൻ തത്സമയം പറയാമെന്ന് ഞാൻ മോൾക്ക് അറിയിപ്പ് തരുന്നു. അപ്പോൾ മോളെ, ഞാൻ തത്സമയാണ്, പറ്റുമെങ്കിൽ കേൾക്കാൻ കഴിയുമെങ്കിൽ കേൾക്കുക. എൻ്റെ ഇന്നത്തെ തത്സമയം മുഴുവൻ ഗ്രൂപ്പിനെ കുറിച്ചുള്ളതായിരിക്കും. പറ്റുമെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ കളഞ്ഞിക്കുക കേട്ടോ. ഞാൻ ശൂന്യതയാവുന്ന യൂട്യൂബ് ചാനൽ. ഇപ്പൊ മോള് അവിടെ എന്നെ ഇങ്ങനെ നിരന്തരം വിളിക്കുകയാണ്, വരൂ നാഗ ഗ്രൂപ്പുകളിലേക്ക്. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കുട്ടി. ഇനി അതിനെ കുറിച്ചാണ് മോളോട് ഞാൻ പറയുന്നത്. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ മനുഷ്യരെ കുറിച്ച്, മനുഷ്യത്വമില്ലാത്ത മനുഷ്യരെ കുറിച്ചും ആ ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇവിടെ വിവരിക്കാൻ പോകുന്നത്. വ്യക്തിപരമായിട്ട് എന്റെ ഗ്രൂപ്പിലേക്ക് ചേർക്കപ്പെട്ടവരോട് ആരോടും തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു വഴക്കൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അത് അവർക്കും അറിയാം. ഓരോ വ്യക്തികളുമായിട്ട് ഞാൻ നല്ല ഇടപെടലായിരുന്നു നടത്തിയിട്ടുള്ളത്. അത് അവർക്കും അറിയാം. പലരും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ എന്നോട് പറഞ്ഞത് ഞാൻ അനാഥനാണ്, എനിക്കാരുമില്ല, എന്നെ ഒന്ന് കൂട്ടാക്കുമോ നാഗ. അതായത് എന്റെ കൂട്ടായിട്ടാണ് പലരും വരുന്നത് അവിടേക്ക്. എന്റെ കൂട്ടായിട്ട് വന്നിട്ട് പിന്നീട് അവിടെയുള്ളവരുടെ കൂട്ടുകൂടി എന്നെ ഒറ്റപ്പെടുത്തി കളയുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു പിന്നീട് ആ നിമിഷം തൊട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ മോൾ ഒത്തുചേരുന്ന ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, മോളും കൂടിയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എന്നെ വിളിച്ചു. എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഗ്രൂപ്പിലേക്ക്, പ്രത്യേകിച്ചും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോകാൻ തന്നെ താല്പര്യമില്ല. മരണതുല്യമാണത്.